ഹരിയാനയിലെ ഗോസംരക്ഷണ സംഘങ്ങൾ ആയുധ ലൈസൻസിനായി കൂട്ടത്തോടെ അപേക്ഷ നൽകി. ഹരിയാനയിലെ പശുക്കടത്ത് സംഘങ്ങളെ നേരിടാനാണ് സർക്കാരിനോട് തോക്കുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നൂഹിലെ കലാപത്തിന് ശേഷം 90 ലൈസൻസുകൾ ഗോരക്ഷകർ നേടിയെടുത്തിരുന്നു. ഡൽഹിയിൽ നിന്ന് തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകാൻ ചേർന്നത്. തൗഫീഖ്, രാജ്യത്ത് ആൾക്കൂട്ട കൊലപാതകങ്ങൾ, ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ആയുധ ലൈസൻസിനായി കൂട്ടത്തോടെ അപേക്ഷ എന്നുള്ളൊരു വാർത്തയും വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലടക്കം ഈ പശുക്കടത്തൊക്കെ ആരോപിച്ച് നടന്ന ആക്രമണത്തിന്റെ വ്യാപ്തി. എന്താണ് വിശദാംശങ്ങൾ? ഫരിഷ, മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ രാജ്യത്ത് വീണ്ടും ആൾക്കൂട്ട കൊലപാതകങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 9 പേരാണ് ഈ ആൾക്കൂട്ട ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. അതിൽ 8 മുസ്ലിങ്ങളും ഒരു ക്രിസ്ത്യൻ യുവതിയുമാണ് കൊല്ലപ്പെട്ടത്. അതിന് പിന്നാലെയായിട്ടാണ് ഇപ്പോൾ ഹരിയാനയിലെ ഗോരക്ഷകർ അവർക്ക് ആയുധങ്ങൾ കൈവശം വെക്കാനുള്ള ലൈസൻസിനായിട്ട് ഇപ്പോൾ സർക്കാരിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. അതിന് കാരണമായി അവർ പറയുന്നത്, രാജസ്ഥാനിലും അതോടൊപ്പം തന്നെ ഹരിയാന ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പശുക്കടത്ത് വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പശുക്കടത്ത് വളരെയധികം കുറഞ്ഞിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും പശുക്കടത്ത് വർദ്ധിച്ചിരിക്കുകയാണ്. ഈ പശുവിനെ കടത്തുന്ന ആളുകൾ തങ്ങൾക്ക് നേരെ നിരന്തരമായിട്ട് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനെ ചെറുക്കാൻ വേണ്ടിയാണ് തങ്ങൾ തോക്കിനായി, ആയുധങ്ങൾക്കായി ഇപ്പോൾ ഒരു അപേക്ഷ സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. എത്രയും വേഗം തങ്ങൾക്ക് തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് സർക്കാർ അനുവദിച്ചു നൽകണമെന്നാണ് ഈ ഗോരക്ഷകർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നിരന്തരം വർഗീയ സംഘർഷങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാനയിലെ നൂഹിലാണ് ഏറ്റവും അധികം സംഘർഷങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലടക്കം റിപ്പോർട്ട് ചെയ്തത്. ആ നൂഹിലെ ഗോരക്ഷകർ ഉൾപ്പെടെയുള്ള സംഘങ്ങളാണ് ഇത്തരത്തിൽ കൂട്ടത്തോടെ സർക്കാരിൽ ആയുധങ്ങൾ കൈവശം വെക്കാനുള്ള ലൈസൻസിനായിട്ട് ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുന്നത്. സർക്കാർ ഈ അപേക്ഷയോട് അനുകൂലമായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം നൂഹിൽ കഴിഞ്ഞ വർഷം നടന്ന സംഘർഷത്തിന് പിന്നാലെ 90 ലൈസൻസുകൾ ഈ ഗോരക്ഷകർക്ക് സംസ്ഥാന സർക്കാർ അനുവദിച്ചു നൽകിയിരുന്നു. അതിന് സമാനമായ രീതിയിൽ ഇത്തവണ വളരെ കൂടുതൽ ലൈസൻസുകൾക്കായിട്ടാണ് ഇവർ അപേക്ഷ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ അപേക്ഷ അംഗീകരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെ അംഗീകരിച്ച് നൽകുകയാണെങ്കിൽ അത് വളരെയധികം കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ പശുക്കടത്ത് ആരോപിച്ച് ഇവർ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉൾപ്പെടെ ഹരിയാനയിലെ നൂഹിലും അതോടൊപ്പം തന്നെ രാജസ്ഥാനിലെ വിവിധയിടങ്ങളിലുമെല്ലാം സൃഷ്ടിക്കുന്നുണ്ട്. ഇത്തരത്തിൽ തോക്കുകൾ കൂടി അവർക്ക് നൽകുകയാണെങ്കിൽ ആളുകളെ അതുവഴി ആ തോക്ക് ഉപയോഗിച്ച് ആളുകളെ വെടിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും നിരവധി മരണങ്ങൾ ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ അപേക്ഷകൾ പരിഗണിക്കരുത് എന്നുള്ളൊരു ആവശ്യം കൂടി ഇതിനോടകം തന്നെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഗോരക്ഷകരുടെ ഭാഗത്തുനിന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ രാജസ്ഥാനിലെയും ഹരിയാനയിലെയും വിവിധയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പശുക്കടത്ത് ആരോപിച്ചുകൊണ്ടാണ് കൂടുതൽ ആക്രമണങ്ങളും ഹരിയാനയിൽ നടക്കുന്നത്. ഹരിയാനയിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ തോക്കിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ ഈ ഗോരക്ഷാ സംഘങ്ങളിൽ നിരവധി ആളുകൾ ഇതിനോടകം തന്നെ അംഗത്വമെടുക്കുകയും അവർ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഗോരക്ഷ സംഘത്തിന്റെ നേതാവിനെതിരെ ആക്രമണം നടന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഈ സംഘങ്ങൾ പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ സർക്കാരും പോലീസും എന്ത് തീരുമാനമാണ് ഇതിലെടുക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ ആവശ്യപ്പെട്ടതുപോലെ ഇവർ നൽകിയ അപേക്ഷകൾക്ക് ലൈസൻസ് അനുവദിക്കുകയാണെങ്കിൽ അവരുടെ കൈവശം തോക്കുകൾ ഉണ്ടാകും. ആ തോക്കുകൾ ഉപയോഗിച്ച് ആളുകളെ വെടിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അത്തരത്തിൽ നിരവധി കൊലപാതകങ്ങൾ ഉൾപ്പെടെ ഹരിയാനയിലെ വിവിധയിടങ്ങളിൽ നടക്കുകയും ചെയ്യും. എന്തായാലും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഹരിയാനയിലും അതോടൊപ്പം തന്നെ യുപിയിലുമൊക്കെ നിരന്തരമായി പല കേസുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഇത്തരത്തിൽ തോക്കുകൾ കൂടി ഗോരക്ഷകർക്കുൾപ്പെടെ അനുവദിച്ചു നൽകുകയാണെങ്കിൽ അത് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും സർക്കാരിന് ഈ അപേക്ഷ ലഭിച്ചിട്ടുണ്ട്. സർക്കാർ ഈ അപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ഇത് പരിശോധിക്കുകയാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നൂഹിലെ സംഘർഷത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സർക്കാരിൽ അപേക്ഷ നൽകുകയും അവർക്ക് 90 ലൈസൻസുകൾ സർക്കാർ അനുവദിച്ചു നൽകുകയും തന്നെയാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ ഗോസംരക്ഷണ സംഘങ്ങൾ ആയുധ ലൈസൻസിനായി കൂട്ടത്തോടെ അപേക്ഷ നൽകുമ്പോൾ സർക്കാർ എന്ത് നിലപാടാണ് ഇതിനോട് സ്വീകരിക്കുക? ഇനി അവർക്ക് തോക്ക് നൽകിക്കഴിഞ്ഞാൽ വളരെ വലിയ പ്രത്യാഘാതത്തിലേക്ക് പോകുമെന്നുള്ള കാര്യങ്ങൾ ഉറപ്പ് തന്നെയാണ്. തൗഫീഖ് അസ്ലമായിരുന്നു വിവരങ്ങൾ നൽകിയത്.